ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോളാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധു രവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വില്ലുപാടം പുലിക്കണ്ണി മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളി. നടപടി കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയുടേത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോളാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധു മടവാക്കര സ്വദേശി രവിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 8 മണിയോടെ കൊക്കാല ഇറച്ചി മാർക്കറ്റിൽ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോൾ രവിയുടെ മുഖത്തടിച്ചു. ഈ വൈരാഗ്യത്തെ തുടർന്നാണ് രാത്രി 11 മണിയോടെ ഉറങ്ങുകയായിരുന്ന പോളിന്റെ തലയിൽ രവി മരത്തടി കൊണ്ടടിച്ചത്. ചോര വാർന്ന് കിടന്നിരുന്ന പോളിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ വേലൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അറക്കൽ വീട്ടിൽ ജോജിയെയാണ് SI K അനുദാസ് അറസ്റ്റ് ചെയ്തത്. വേലൂർ വെന്മിലശ്ശേരി വെൺമല വീട്ടിൽ ഉദയനാണ് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ജോജിയുടെ വീട്ടിൽ ഇരുന്ന് 2 പേരും ചേർന്ന് മദ്യപിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ജോജിയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായെന്നും ഉദയനാണ് സ്വർണം എടുത്തതെന്നും ആരോപിച്ചാണ് ജോജി വെട്ടുകത്തി ഉപയോഗിച്ച് ഉദയനെ വെട്ടിയത്. പരിക്കേറ്റ ഉദയൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൽപിടുത്തത്തിനിടയിൽ ജോജിക്കും പരിക്കേറ്റിരുന്നു. തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജോജി ഡിസ്ചാർജ് ആയതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SI MR ജയകുമാർ, ASI AV സജീവ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഷിബു ജോർജ്, സുരേഷ് ബാബു, KT അനിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. വില്ലുപാടം പുലിക്കണ്ണി മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാലപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. പുലിക്കണ്ണി ചോലയ്ക്കൽ കബീർ, സഹോദരൻ ഇസഹാക്ക് എന്നിവരുടെ വീട്ടുപറമ്പിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തെങ്ങും കവുങ്ങുകളും വാഴകളും ആനകൾ നശിപ്പിച്ചു. മരങ്ങൾ ഒടിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ 2 ആനകളാണ് ഇറങ്ങിയത്. ആനകളെ കണ്ട് ഭയന്ന വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. പറമ്പിന് ചുറ്റും ചിഹ്നം വിളിച്ചാണ് ആനകൾ നിന്നതെന്ന് പറയുന്നു. പാലപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആനകൾ ജ്യൂട്ടോളി കമ്പനിയുടെ മാനേജറുടെ ക്വാർട്ടേഴ്സ് പറമ്പിൽ ഇറങ്ങി വിളകൾ നശിപ്പിച്ചിരുന്നു. പാലപ്പള്ളി മേഖലയിലെ ആനക്കൂട്ടം കാടുകയറിയെങ്കിലും ഇതിൽ നിന്നും കൂട്ടം തെറ്റി ആനകൾ ജനവാസ മേഖലയിൽ എത്തി നാട്ടുകാരെ ആശങ്കയിലാക്കുകയാണ്. മീഡിയ ടൈം, പുതുക്കാട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയുടേതാണ് നടപടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത മുഴുവൻ രേഖകളും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത്. രേഖകൾ ലഭിക്കാത്തതുകൊണ്ട് തങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു വാദം. എന്നാൽ ഒരു അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത രേഖ വിട്ടുകിട്ടണമെന്ന് പറയുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് ED കോടതിയിൽ വാദിച്ചു. രേഖകൾ വിട്ടു നൽകേണ്ടതില്ലെന്ന ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം ഹൈക്കോടതി വ്യക്തമാക്കി. EDക്ക് കേസിൽ അന്വേഷണം പൂർത്തിയാക്കാമെന്നും കോടതി നിർദ്ദേശം നൽകി. മീഡിയ ടൈം, കൊച്ചി. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന 17-ന് മറ്റ് വിവാഹങ്ങൾ വിലക്കിയെന്ന വാർത്ത വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പ്രവാഹം. അന്നേ ദിവസം ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച 40ഓളം വീട്ടുകാരാണ് പോലീസിനോട് കാര്യം തിരക്കിയത്. ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച 40ഓളം വീട്ടുകാരാണ് പോലീസിനോട് കാര്യം തിരക്കിയത്. 17-ന് മറ്റ് വിവാഹങ്ങൾ വിലക്കിയിട്ടില്ലെന്നും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും പോലീസ് അറിയിച്ചു. അന്ന് രാവിലെ 8-നെത്തുന്ന പ്രധാനമന്ത്രി 8:45-ന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും. അന്ന് രാവിലെ 6 മുതൽ 9 വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും.
ഒരു വിവാഹത്തിന് 20 അംഗങ്ങളെ മാത്രമേ അനുവദിക്കൂ. വിവാഹത്തിന് എത്തുന്നവരെല്ലാം തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും ഫോട്ടോയും നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ് എടുക്കണമെന്നും പോലീസ് അറിയിച്ചു. 17 രാവിലെ 8 ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും. റോഡ് മാർഗം 8:10 ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തും. 8:15 ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 20 മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രനഗരിയിൽ ഒരുക്കുന്നത്. കൊച്ചിയിൽ മോദിയുടെ റോഡ് ഷോയും നടക്കും. മീഡിയ ടൈം, തൃശൂർ. കേരള പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ADGPയും പോലീസ് അക്കാദമി ഡയറക്ടറുമായ ഗോപേഷ് അഗ്രവാൾ IPS മുഖ്യാതിഥിയായിരുന്നു. പൊതുജന സേവനത്തിലുടനീളം പോലീസ് സേനാംഗങ്ങൾ അർപ്പണ മനോഭാവവും സഹാനുഭൂതിയും പുലർത്തണമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. 30ാമത് ഇ ബാച്ച് സബ് ഇൻസ്പെക്ടർ കേഡറ്റ്, 18ാമത് ഇ ബാച്ച് വുമൺ പോലീസ് കോൺസ്റ്റബിൾ, 2ാം ബാച്ച് റിപ്പോർട്ടേഴ്സ് ഗ്രേഡ് 2 എന്നിവരുടെ പാസിംഗ് ഔട്ടും സത്യപ്രതിജ്ഞ ചടങ്ങുമാണ് നടന്നത്. സബ് ഇൻസ്പെക്ടർ കേഡറ്റ് V. ബിജു പരേഡ് നയിച്ചു. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഭരണവിഭാഗം ഐശ്വര്യപ്രസാദ് ഡോങ്രെ IPS, അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് KE ബൈജു IPS, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസും ഔട്ട്ഡോർ ഇൻചാർജുമായ PA മുഹമ്മദ് ആരിഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ മോട്ടോർ ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നിക്കൽ S. നജീബ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് നയിച്ച KAP 2ാം ബറ്റാലിയൻ പൈപ്പ ബാൻഡ് സംഘമാണ് ബാൻഡ് ഒരുക്കിയത്. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ശ്രീനാരായണപുരത്ത് തീരക്കടലിൽ മത്സ്യബന്ധനയാനം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. മറ്റൊരാൾ രക്ഷപ്പെട്ടു. ശ്രീകൃഷ്ണമുഖം കടപ്പുറത്തിന് പടിഞ്ഞാറ് തീരക്കടലിൽ തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ ബോയിൻ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന പടിഞ്ഞാറെ വെമ്പലൂർ കിഴക്കേടത്ത് ഷൺമുഖിന്റെ മകൻ 30 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിഷ്ണു സഞ്ചരിച്ചിരുന്ന ബോയ തിരകിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഇയാളോടൊപ്പമുണ്ടായിരുന്ന ബിജു എന്ന മത്സ്യത്തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടു. അഴീക്കോട് തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് 3 മണിയോടെയായിരുന്നു അപകടം. പുത്തൻചിറ വില്ലമംഗലം തോട്ടിൽ അനധികൃതമായി തുമ്പ് വെച്ച് മത്സ്യം പിടിക്കുന്നതായി പരാതി. തോടിന്റെ നടുഭാഗത്തായി തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയാണ് കൊമ്പത്തുകടവ് ആനപ്പാറ സ്വദേശി അനധികൃതമായി തുമ്പ് വെച്ച് ചെമ്മീൻ പിടിക്കുന്നതെന്ന് പരാതി. 2023 ഇതേ മാസം തന്നെ ഇയാൾ ഇവിടെ തുമ്പ് വെച്ച് മീൻ പിടിക്കുന്നുവെന്ന പാടശേഖര സമിതിയുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഇയാളെ കൊണ്ട് തന്നെ തുമ്പ് പൊളിച്ച് മാറ്റുകയും ചെയ്തിരുന്നു. ഈ വർഷവും പഞ്ചായത്തിന്റെ ഉത്തരവിനെ പുല്ലുവിരകൽപ്പിക്കാതെ ഇയാൾ തുമ്പ് വെച്ച് മീൻ പിടിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ തുമ്പ് പൊളിച്ച് കളയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാടശേഖര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് CS സുഭാഷ്, സെക്രട്ടറി PC ബാബു, PS രോഹിതാക്ഷൻ എന്നിവർ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകി. പറപ്പൂക്കര LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നൽകും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് LP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നത്. ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ആദ്യത്തെ പഞ്ചായത്തായി പറപ്പൂക്കര. ആദ്യഘട്ടത്തിൽ 1.15 ലക്ഷം രൂപ ചെലവിൽ കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് ഭക്ഷണം വിതരണം ചെയ്യുക. പ്രഭാത ഭക്ഷണം നൽകുന്നതിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. മാള മെഡ്സ് കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ആഡിംഗ് സ്കിൽസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അവിടെയാണ് എല്ലാ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു ഈ ലോകവും അറിവും എന്നുള്ളത്. പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഒരുപക്ഷെ അത്തരം ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിലേറെ നിങ്ങൾക്ക് സന്തോഷം കൂടും എന്നുള്ളതാണ്. ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് അറിവുകൾ സമ്പാദിക്കുവാൻ ഒരുപക്ഷെ ഞങ്ങൾ ഒരു ചുരുങ്ങിയ ഇടങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ പഠിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായിട്ട്. അതുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ, ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും
ലോകത്തുണ്ടാകുന്ന എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പഠനങ്ങൾ അവിടെയാണ്. കോളേജ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ്, അസാബ് കേരളം ഡിവിഷൻ ഹെഡ് സജിത്, മെഡ് സിഇഒ ഡോക്ടർ വർഗീസ് ജോർജ്, പ്രിൻസിപ്പൽ അംബികാദേവി അമ്മ, മെഡ്സ് പോളിടെക്നിക് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസ് അനിയൻ, ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ SHകളിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് വേണ്ടി MSME ഡിജിറ്റൽ പ്രൊജക്ടിന്റെ ഭാഗമായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജാപ്സൺ കാട്ടുപറമ്പിൽ, കോർഡിനേറ്റർ ഗ്രേസി ജോയ്, സിസ്റ്റർ ഷൈനി മോൾ, ഷെർലിൻ മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി. 50 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഗി, ജില്ലാ ആരോഗ്യ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ജമാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ VV ജയൻ, സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, KS അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ലയൺസ് ക്ലബിൽ യുവാക്കളിൽ നിന്നും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മെഡ്സ് കോളേജ് ചെയർമാൻ ഷിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ ഭാവിയെ പറയുമ്പോൾ നമ്മളെ ഒരിക്കലും ഒരു റിപ്പീറ്റേഷനായി വരുന്നെങ്കിൽ തന്നെ നമുക്ക് APJ അബ്ദുൽ കലാമിനെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം നമ്മളോട് എല്ലാവരോടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് always have a dream or aspiration and try to make it a reality. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ ആ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളുടെ ഉറക്കത്തിലുള്ള സ്വപ്നങ്ങളാവരുത്. നേരെ മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ സ്വപ്നം. ടിൻഡോ ഇലഞ്ഞിക്കൽ അധ്യക്ഷത വഹിച്ചു. SR സീന, എഡ്വിൻ ഫ്രാൻസിസ്, ടൈറ്റസ് ഡേവിസ്, മെറിൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വർഗീസ് കോന്തുരുത്തി കൊടിയേറ്റി. തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങൾക്കും വികാരി കാർമ്മികനായി. തിരുനാൾ ദിനമായ ഞായർ രാവിലെ 10-നുള്ള തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിനീത് മൈക്കൽ കാർമ്മികനാകും. യാത്രക്കാർക്ക് തണലേകി മദ്രാശി മരങ്ങൾ. ചട്ടിക്കുളം ഫോറസ്റ്റ് മരണ്ടിപ്പ റോഡിലാണ് മദ്രാശി മരങ്ങൾ യാത്രക്കാർക്ക് തണലാകുന്നത്. റോഡിന് ഇരുഭാഗത്തുമായി നിൽക്കുന്ന 50ഓളം മരങ്ങളാണ് പ്രദേശമാകെ തണൽ വിരിച്ച് കുളിർമ നൽകുന്നത്. പന്തലിച്ചു നിൽക്കുന്ന മരത്തണൽ കൊടും ചൂടിൽ ആശ്വാസമാണ് നൽകുന്നത്. ട്രാംവേ ഉണ്ടായിരുന്ന കാലത്ത് തടികൾ സൂക്ഷിച്ചിരുന്ന യാർഡിലാണ് മദ്രാശി മരങ്ങൾ നിൽക്കുന്നത്. ട്രാംവേ അവസാനിച്ചെങ്കിലും വനംവകുപ്പ് ഡിപ്പോ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ യാർഡിൽ തന്നെയാണ് തേക്കിൻ തടികൾ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാനത്തെ നഗരസഭകളിൽ 4ാം സ്ഥാനം ലഭിച്ചു. ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തികളാണ് ഈ നേട്ടം കൈവരിക്കാൻ കാരണമായതെന്ന് ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. കേക്ക് മുറിച്ച് നഗരസഭയിൽ വിജയം ആഘോഷിച്ചു. കൊരട്ടി പഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മേശ, കസേര തുടങ്ങിയ പഠനോപകരണങ്ങൾ പഞ്ചായത്ത് അതിർത്തിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ 21 വിദ്യാർത്ഥികൾക്കാണ് വിതരണം ചെയ്തത്. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് തച്ചുപറമ്പിൽ, PS സുമേഷ്, റെയ്മോൾ ജോസ്, കൊരട്ടി പഞ്ചായത്ത് LP സ്കൂൾ പ്രധാന അധ്യാപിക സിനി ജയകുമാർ എന്നിവർ സംസാരിച്ചു. പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ മധ്യസ്ഥ തിരുനാളിന് കൊടിയേറി. കോട്ടപ്പുറം രൂപത വികാരി ആന്റണി കുരിശിങ്ങൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, വചന സന്ദേശം, കാഴ്ച സമർപ്പണം എന്നിവ നടന്നു. നാളെ അൻപ് പ്രദക്ഷിണം, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. 14 ഞായർ തിരുനാൾ ദിവ്യബലിക്ക് കാഞ്ഞൂർ അത്ഭുതമാതാ സെമിനാരി ഫാദർ ലെൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോളാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധു രവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
വില്ലുപാടം പുലിക്കണ്ണി മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളി. നടപടി കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയുടേത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.